നരേഷേ അയ്യോ സോറി എടുത്തി ക്ഷമിക്കണം. ഡാ എന്തിനാ നീ അകത്ത് കിടന്ന പുറത്തു പോദ്യം? അയ്യോ ക്ഷമിക്കാം എടുത്തി. അല്ല എന്തിനാ നീ ഇപ്പൊ മുറി കയറി വന്നത്? അറിയാതെ വന്നുപോയി. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന കാണാൻ വേണ്ടിയാണോ നീ മുറി കയറി വന്നത്? അല്ല എടുത്തി, ഞാൻ എന്റെ റൂമിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്നെ വിളിച്ച പോലെ ശബ്ദം കേട്ടു. എന്ന് വെച്ച് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ മുറിയിൽ കയറി വരുവോ നീ? അങ്ങനെയല്ലേ എടുത്തി. കേറി വരുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണമെന്ന് പോലും നിനക്ക് തോന്നിയില്ലേ? ക്ഷമിച്ചേക്കാം എടുത്തി. അയ്യോ എനിക്കാകെ നാണക്കേടായല്ലോ ഈശ്വരാ. എന്നോട് ദയവേത് ക്ഷമിക്കണം എടുത്തി. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോ പെട്ടെന്ന് ഓടി വന്നു. എന്നോട് ക്ഷമിച്ചേക്കോ. ഞാനിത് വേണിച്ചിട്ട് ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങൾ വിളിച്ചത് കൊണ്ട് അകത്തേക്ക് വന്നത്. സോറി എടുത്തി. സോറി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് സോറി ചോദിക്കുന്നോ? അല്ല ഞാനതിന് നിന്നെ വിളിച്ചില്ലല്ലോ. നീയായിട്ട് എന്റെ ബെഡ്റൂമിൽ കയറി വന്നിട്ട് ഞാൻ വിളിച്ചെന്ന് എന്തിനാടാ നുണ പറയുന്നേ? എടുത്തി അങ്ങനെയൊന്നും പറയരുത് എടുത്തി. എനിക്ക് നിങ്ങൾ എന്റെ അമ്മയെ പോലെയാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിർത്തുന്നുണ്ടോ? ആദ്യം നീ മുറിന്ന് പുറത്തു പോ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് കിടന്ന് മൂങ്ങുന്നവൻ. ഏട്ടാ ഇന്ന് നിങ്ങളുടെ അനിയൻ എന്ത് പോക്കർത്തരാ കാണിച്ചെന്നറിയോ? എന്തുപറ്റി? അവൻ എന്താ ചെയ്തേ? ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് അവൻ എന്റെ മുറി കയറി വന്ന് നോക്കി. എന്തടി പറയുന്നേ? എന്റെ അനിയൻ അങ്ങനെ ചെയ്യുന്നു? അവൻ അങ്ങനെയുള്ള ചെക്കറൊന്നും അല്ല. അപ്പൊ ഞാൻ കള്ളം പറയാണോ? സംശയം ഉണ്ടെങ്കിൽ അവനോട് എന്നെ ചോദിക്ക്. ഞാൻ ഡ്രസ്സ് മാറുമ്പോ അവൻ അകത്തേക്ക് കയറി വന്നു. എനിക്ക് ആകെ നാണക്കേടായി. നരേഷ്, നരേഷ്, എടാ നരേഷ്. വിളിച്ചേട്ടാ. എന്താടാ ഇത്? നിന്റെ ചേട്ടത്തി പറഞ്ഞാലേ ശരിയാണോ? ഇവന് ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോ നീ ഇവളുടെ റൂമിൽ പോയായിരുന്നോ? അല്ല ഏട്ടാ, ഞാൻ റൂമിലുള്ളപ്പോ ഏട്ടത്തിനെ വിളിച്ച് ശബ്ദം കേട്ടു. ഞാൻ എന്താണെന്ന് ചോദിക്കാൻ പോയതാ. അപ്പൊ അവിടെ ഏട്ടത്തി ഡ്രസ്സ് മാറ്റുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഏട്ടാ. ഇല്ല ഏട്ടാ, ഞാൻ എന്തിനു ഇവനെ വിളിക്കണം? ഞാൻ ഡ്രസ്സ് മാറുന്ന അറിഞ്ഞിട്ട് ഇവൻ നേരെ കയറി വന്ന് നോക്കിയതാ. ഞാൻ ഇവനെ വിളിച്ചിട്ടേ ഇല്ല. ഞാൻ എന്തിനു വേണ്ടി ഇവനെ വിളിക്കണം? പറ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഏട്ടന്റെ മുമ്പിൽ അഭിനയിക്കുന്ന കണ്ടില്ലേ? അല്ല ഏട്ടാ, ഏട്ടത്തി വിളിച്ച് ശബ്ദം കേട്ടാണ് ഞാൻ റൂമിലേക്ക് പോയത്. പക്ഷെ ഏട്ടത്തി ഇപ്പൊ എന്തുകൊണ്ടാ വിളിച്ചില്ലെന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടാ ഞാൻ ചോദിക്കുന്ന മറുപടി പറഞ്ഞാൽ മതി. നീ റൂമിൽ പോയോ ഇല്ലയോ? പോയിരുന്നു ഏട്ടാ, പക്ഷെ ഏട്ടത്തി വിളിച്ചു, അതുകൊണ്ട്. മതി, നിർത്തടാ. നീ റൂമിൽ പോയല്ലേ? ഇനി ഒരു നിമിഷം പോലും നീ വീട്ടിൽ നിൽക്കരുത്. ഇറങ്ങി പോടാ. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ വിട്ടിച്ച് എങ്ങോട്ടാ പോവുക? നീ കൂടുതൽ അവനെ ചെന്നെ മയക്കാൻ നോക്കണ്ട. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കുന്ന പരിപാടിയില്ല. ഇറങ്ങി പോടാ. സോറി പ്രീതി, അവൻ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് നീ ആദ്യം എന്നെ പറഞ്ഞതാ. നീ പറഞ്ഞത് കേൾക്കാത്ത എന്റെ തെറ്റാണ്. ഇവനിവിടെ താമസിപ്പിച്ചോണ്ട് നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായി. നീ എന്നോട് ക്ഷമിക്ക്. സാരമില്ല ഏട്ടാ, പോട്ടെ. ഈ നമ്പറിലേക്കുള്ള സേവനം താൽക്കാലികമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. സേവനം തുടരുന്നതിനായി ഉടനെ റീചാർജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഓഫറുകൾ അറിയാൻ ഉടൻ തന്നെ. ഓഹ്, എന്റെ ഈ നമ്പർ ഒന്ന് റീചാർജ് ചെയ്യണമെന്ന് ഏട്ടനോട് ഇന്നലെ തന്നെ പറഞ്ഞതാ. ഇതുവരെ ചെയ്തില്ലാന്ന് തോന്നുന്നു. ഹലോ അമ്മേ. ആ പറയൂ മോളെ. അമ്മേ, സക്സസ്. എന്ത് സക്സസോ? എന്താണ് ഈ പറയുന്നത്? അമ്മേ, ആ ചെറുക്കനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി. അതെയോ? അത് കൊള്ളാം. നീ പറഞ്ഞ പോലെ പ്രവർത്തിച്ചല്ലോ. അല്ലാതെ പിന്നെ അമ്മയുടെ മോളൊരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയിരിക്കും. അത് ശരി. നീ എങ്ങനെ അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്? അതൊന്നും പറ. അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് കോയിൻ നീക്കി. പാവമ്മേ ചെറുക്കൻ അവന്റെ ഏട്ടൻ തന്നെ കഴുത്തിന് പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. അടിപൊളി. നീ എന്റെ മകള് തന്നെ. ഇനി നീ ശല്യമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കും.
ഇതെന്ത്? എൻ്റെ ഫോണിലിരുന്ന് പ്രീതി അവളുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നോ? ഓ, ഇന്നലെ റീചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്നലത്തെ ടെൻഷനിൽ റീചാർജ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അതായിരിക്കും എൻ്റെ ഫോണിൽ നിന്ന് അവൾ സംസാരിച്ചത്. അല്ല, ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും അവൾ അമ്മയോട് സംസാരിച്ചത്? അമ്മയ്ക്കും മകൾക്കും പറയാൻ 1000 കാര്യങ്ങളുണ്ടാകും. അത് കേൾക്കണോ വേണ്ടയോ? ശരി, എന്തായാലും എൻ്റെ ഭാര്യയല്ലേ. അമ്മേ, സക്സസ്. എന്ത് സക്സസോ? എന്താടി ഈ പറയുന്നത്? അമ്മേ, ആ ചെറുക്കനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി ഞാനും എന്റെ ഏട്ടനും സന്തോഷമായിട്ട് ജീവിക്കും. ഹാ, അതെയോ? അത് കൊള്ളാം. നീ പറഞ്ഞ പോലെ പ്രവർത്തിച്ചല്ലോ. അത് ശരി, നീ എങ്ങനെ അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്? അതൊന്ന് പറ. എടി, എന്താ ഏട്ടാ? എന്തടി ഇത്? അല്ലാതെ പിന്നെ അവനെ എവിടുന്ന് എവിടെയും പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് കേട്ടോ? അതുകൊണ്ടാ ഞാൻ പ്ലാൻ ചെയ്ത് അവന്റെ മേത്ത് പഴി ചാരിയത്. ഇനി ഈ ജന്മത്ത് അവൻ ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ല. നീയും നിന്റെ അമ്മയും കൂടി ചേർന്ന് എന്റെ അനിയനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ? നീ ഇത് തോന്നിയ സടി കാണിച്ചേ. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചേ എന്റെ അനിയനെ അവമാനിച്ച് ഈ വീട്ടിൽ നിന്ന് ഞാൻ രാത്രി ഇറക്കി വിടില്ലടി. ഇപ്പഴാണ് ഇത് ശരിക്കുള്ള മുഖം എനിക്ക് മനസ്സിലായേ. പറയടി, നീ എന്തിനാണ് ഇങ്ങനെ വൃത്തിയുടെ കാര്യം ചെയ്തേ? സോറി ഏട്ടാ, അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിക്കേട്ടാ. ക്ഷമിക്കാനോ? നീ എന്ത് തോന്നിയ കാണിച്ചറിയോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ. എടീ, എന്റെ അനിയൻ ഒരു കുഞ്ഞിനെ പോലെയാ. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാനത് വിശ്വസിച്ചു പോയത്. നീ എന്നെ ശരിക്കും വിഡ്ഢിയാക്കിയായിരുന്നില്ലടി. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാടി എന്റെ അനിയൻ ഈ വീട്ടിലേക്ക് വന്നേ. അവനെപ്പറ്റി കള്ളക്കഥ ഉണ്ടാക്കി എന്നെ കൊണ്ട് നീ അവനെ പുറത്താക്കിച്ചില്ലേ? നിന്റെ വാക്ക് വിശ്വസിച്ചേ ഞാനൊരു മഹാപാപോ ചെയ്തത്. ദയവിത് നീ എന്നോട് ക്ഷമിക്കടാ. എന്തിനാട്ടാ? നിന്റെ ചേട്ടത്തി പറഞ്ഞേക്ക കള്ളവന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേ. നീ ശരിക്കും നല്ലവനാ. പക്ഷേ അവൾ അവളുടെ അമ്മയുടെ വാക്ക് കേട്ട് നിന്നെ കള്ളക്കഥ പറഞ്ഞ് പുറത്താക്കുക ചെയ്തേ. അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ ചെയ്തത് തെറ്റാടാ. ദയവേത് നീ ഏട്ടനോട് ക്ഷമിക്കേ. ശരി, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. സോറി ഏട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഞാൻ പുറത്തുനിന്ന് താമസിച്ചോളാം. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഏട്ടത്തി പറഞ്ഞത് മാത്രം കേട്ട് ഞാൻ പുറത്താക്കിയില്ലേ? അന്ന് ഏട്ടൻ പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും. എന്നെക്കുറിച്ച് നിങ്ങൾ കുറച്ചെങ്കിലും ആലോചിച്ച് നോക്കിയോ? പക്ഷേ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഇല്ല ഏട്ടാ. നിങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഏട്ടത്തി ആ കാര്യം പറഞ്ഞപ്പോൾ ഏതാണാണെങ്കിലും അങ്ങനെയല്ലേ ദേഷ്യപ്പെടും. ഇപ്പോൾ നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഞാൻ പിന്നെയും ആ വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ, ഓരോ നിമിഷവും നരകമായിരിക്കും. ഞാൻ പിന്നെയും അങ്ങോട്ട് വന്ന ഏട്ടത്തിക്ക് എന്നെ കാണുമ്പോഴൊക്കെ അവർ ചെയ്ത് തെറ്റാണ് ഓർമ്മ വരിക. വേണ്ട ഏട്ടാ, നിങ്ങളെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കേ. ഞാനിവിടെ PG ജോയിൻ ചെയ്തു. മെല്ലെ മെല്ലെ എനിക്ക് ഈ ലൈഫ് സെറ്റാവുക ഏട്ടാ. എടാ, അതുകൊണ്ടല്ലടാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നോട് ക്ഷമിക്കുക ഏട്ടാ, നിങ്ങൾ ചെല്ലേ. എടാ, ശരിടാ.